നമസ്കാരം. ബബീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സന്തോഷമായിരിക്കും. ഉത്സവ സീസണാണ് അല്ലേ? അപ്പോൾ ഞാനും ഉത്സവത്തിനൊക്കെ പോയി ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവറാട്ടുകാവ് ദേവീക്ഷേത്രമാണ്. ആ കാഴ്ചകളിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ പട്ടണത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ കിഴക്കുപുറത്താണ് തിരുവറാട്ടുകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവതി ദേവിക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പരദേവതയാണ് തിരുവറാട്ടുകാവ് ദേവി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു പുറമെ തിരുവിതാംകൂർ രാജസ്ഥാനി ഉടവാളേന്തി ജനങ്ങൾക്ക് മുന്നിൽ വരുന്നത് തിരുവറാട്ടുകാവിലാണ്. വില സംരക്ഷിക്കുന്ന ദേവിക്കും രാജ്യഭാര്യമേൽക്കുന്ന രാജാവിനും മകരക്കൊയ്ത്തിന്റെ ആദ്യവിള സമർപ്പിക്കുന്നു. മകരം 1 ആരംഭിക്കുന്ന ചടങ്ങിന് അകമ്പടിയായി ദിവസവും കളമെഴുത്തും പാട്ടും നടത്തുന്നു. 9ാം ദിവസമാണ് അരിയിട്ടുവാഴ്ച നടക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബസ്ഥാനിയാണ് അരിയിട്ടുവാഴ്ച ചടങ്ങിനെത്തുക. എല്ലാ വർഷവും മകരം 9 അരിയിട്ടുവാഴ്ച നടക്കുന്നു. ആചാരത്തിനപ്പുറം ഒരു ദേശത്തിന്റെ കാർഷിക സംസ്കൃതി തൊട്ടുണർത്തുന്ന ചടങ്ങ് കൂടിയാണിത്. ഈ ക്ഷേത്രത്തിലെ അരിയിട്ടുവാഴ്ച ഉത്സവം പ്രസിദ്ധമാണ്. മലയാള മാസമായ മകരം 9ാം ദിവസമാണ് ജനുവരി, ഫെബ്രുവരി ഈ ഒരു ഉത്സവം നടത്തിവരുന്നത്. ഈ ചടങ്ങിൽ നിന്ന് ലഭിക്കുന്ന അരിയുടെ ഒരു ചെറിയ ഭാഗം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ തലയിൽ തളിക്കുന്നു. അടുത്ത ദിവസം വലിയ വിളക്ക് ഉത്സവം ആഘോഷിക്കുന്നു. ഇതോടെ വാർഷിക ഉത്സവത്തിന് സമാപനമാകുന്നു. ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊരു മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. രാത്രികാല ഉത്സവ കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടെ ടെൻഷനും ഉണ്ട് കേട്ടോ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കത്തില്ല. എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൽ വളരെ സമാധാനപരമായിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാം കാണാൻ കഴിഞ്ഞു. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും ഡാൻസ് ഉണ്ട് വന്ന് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിഞ്ഞും നോക്കില്ല. എനിക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കവും വരില്ല. അപ്പം മോളെ എൻഗേജ്മെൻറ്റിൻ്റെ മോളെ ഒരുക്കിയ അജിത എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഡാൻസ് ഉണ്ട്, അമ്പലത്തിൽ വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കുമെന്ന് പറഞ്ഞു വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ആണ് തോന്നിയത്. കാരണം എന്നിലുള്ള കലാകാരിയെ ഞാൻ എപ്പോഴും തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള നൃത്തങ്ങൾ കാണുമ്പോഴാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലത്തെ നൃത്തം പഠിക്കുക, ഡാൻസ് കളിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങൾ മറ്റു പലർക്കും അത് കിട്ടുമ്പോൾ അവരുടെ ആ ഒരു കല കാണുമ്പോൾ, ഡാൻസിൻ്റെ ആ ഒരു വിസ്മയ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡാൻസ് പഠിച്ചിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പോലും ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത് ഡാൻസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. മിക്കവാറും അത് എൻ്റെ വീട്ടിൽ, എൻ്റെ അടുക്കളയിലായിരിക്കും. അതാണല്ലോ എൻ്റെ ലോകം എന്ന് പറയുന്നത്. മിക്കവാറും അവിടെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് ഭയങ്കര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഡാൻസ് പഠിക്കുക, ഡാൻസ് ചെയ്യാൻ കഴിയുക, ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ മനോഹരമായിട്ടുള്ള നല്ലൊരു കാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഒത്തിരി സ്നേഹം, ഒത്തിരി താങ്ക്സ് അജിതയോട് പറയുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ചില മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും സാധ്യമാകട്ടെ അല്ലേ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്.
ഉത്സവത്തിനൊക്കെ ഇവിടെ പോകുമ്പോൾ നമ്മുടെ മരിച്ചീനി കൊണ്ടുണ്ടാക്കിയ മുറുക്കുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മണിക്കുട്ടിക്ക് ഇഷ്ടമാണ്, ചേട്ടന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി അമ്മ പോവുകയാണ് കേട്ടോ. ഒരു പാക്കറ്റ് മതി എന്ന് പറഞ്ഞപ്പോഴേക്കും 2 പാക്കറ്റ് വരെ വാങ്ങിച്ചു കേട്ടോ. എന്തായാലും ആ ഒരു കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ആറ്റിങ്ങയിലെ പൂരം നടക്കുന്ന ഇണ്ടിലിയപ്പൻ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുതു നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തൊഴുത് മടങ്ങി വരുമ്പോൾ വഴിയിൽ ഇങ്ങനെ കുപ്പിവളകളുടെ ഒരു കളക്ഷൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും ജസ്റ്റ് ഒന്നിങ്ങനെ പോയി ഞാൻ നോക്കി, വാങ്ങിയില്ല കേട്ടോ. കാരണം ഉത്സവപ്പറമ്പിലെ സാധനങ്ങൾക്ക് പൊതുവേ ഇച്ചിരി വില കൂടുതലാണല്ലോ, മറ്റുള്ള കടകളെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ കൂടുതലല്ലെങ്കിൽ പോലും. പക്ഷേ ഞാൻ കുറച്ച് നേരം നിന്നെങ്കിലും പിന്നെ ഞാൻ വാങ്ങിച്ചില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതായത് കുറേ ബൊമ്മകളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ, അതായത് കുഞ്ഞു മക്കളുണ്ടല്ലോ, അവർക്കൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചേ പറ്റുള്ളൂ. കാരണം നല്ല ഭംഗിയുണ്ട്, എനിക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനും കളിക്കാനും പറ്റിയ കുട്ടികളൊന്നും ഇല്ലല്ലോ, അത് നല്ല ഭംഗിയില്ല, നല്ല കളർഫുൾ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരും ലൈറ്റ് എന്തോ ഫിറ്റ് ചെയ്യാൻ ഒരു തിരക്കിലായതുകൊണ്ട് പിന്നെ നമുക്കവിടെ നിൽക്കാനും ഒന്നും സമയം കിട്ടിയില്ല. പിന്നെ ചേട്ടനാകെ പോകാം എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ സമയവും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ നേരം അവിടെ നിന്ന് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വള വാങ്ങിക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം പോകാമെന്ന് കരുതിയിട്ട് പിന്നെ സാധ്യവുമായിട്ടില്ല. ആറ്റിങ്ങയിലെ പൂരമെന്ന് പറയുന്ന അവനവൻചേരി ഇണ്ടിലിയപ്പൻ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നല്ല അടിപൊളി ലൈറ്റിൻ്റെ വിസ്മയം തന്നെയാണ് ഉള്ളത് കേട്ടോ. നല്ല രസമുണ്ട്. ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ വർഷം എല്ലാ ഉത്സവങ്ങളിലും ലൈറ്റ് ഭയങ്കര അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാഴ്ചകളെല്ലാം തന്നെ നയനമനോഹരമായ കാഴ്ചകളായിരുന്നു. ഉത്സവം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ, ലൈറ്റിൻ്റെ ഒരു വിസ്മയ കാഴ്ച എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്. ഈ പറഞ്ഞ മാതിരി ഉത്സവ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങാൻ എല്ലാ കാര്യങ്ങൾ, അതായത് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ചെരുപ്പുകളുണ്ടാവാം, ഡ്രസ്സുകളുണ്ടാവാം, ഫുഡ് ഐറ്റംസുകളുണ്ടാവാം, എല്ലാം കൊണ്ടും ഒരു അടിപൊളിയാണ്. ഉത്സവം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ ഉത്സവത്തിന് പോയിട്ട് വരുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു നല്ല രസമാണ്. ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ ഒന്നും തന്നെ ഞാൻ വാങ്ങിയില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം കേട്ടോ. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, ഒന്നും വാങ്ങാൻ തോന്നിയില്ല. ഒരു പക്ഷേ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നല്ലോ ഈ വർഷം, അതുകൊണ്ടായിരിക്കാം ഒന്നും വാങ്ങാനുള്ളൊരു മനസ്സ് തോന്നിയില്ല. ഇത് നമ്മുടെ പൂരത്തിന് വന്നിറങ്ങുന്ന രാജാക്കന്മാരുടെ ഒരു വരവാണ്, ആ കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണാൻ പോകുന്നത്. ഗജവീരന്മാരാണ് വരാൻ പോകുന്നത് കേട്ടോ. കണ്ടു നോക്കി, എന്തൊരു എടുപ്പാണെന്ന് നോക്കി. പൂരമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ദേ ആനയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അല്ലേ. ആനയിൽ അവരിങ്ങനെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അങ്ങനെ കുടമാറ്റം കണക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒന്നും പറയാനില്ല. ജീവിതത്തിൽ അത് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിൽ അതെപ്പോഴും ഉണ്ടാകും. പൂരമെന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സിലുണ്ടാകുന്ന ആ ഒരു ചിത്രമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ലൈഫിലത് ഞാൻ തൃശ്ശൂർ പൂരവും കണ്ടിട്ടുണ്ട്, നമ്മുടെ ആറ്റിങ്ങൽ പൂരവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആ ഒരു നിമിഷം നമുക്ക് എത്രത്തോളം സന്തോഷം നൽകുന്നതാണ്. ആന എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണാൻ കൊതിക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ.
വളരെ മനോഹരമായ കാഴ്ച എൻ്റെ പ്രിയപ്പെട്ടവർ കണ്ടു നോക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാഴ്ച മനസ്സിന് എന്തോരം കുളിർമയാണ് നൽകുന്നതല്ലേ. നമ്മളൊരു കാര്യം പറഞ്ഞ മൃഗങ്ങൾ അതുപോലെ അനുസരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തോരം എഫേർട്ടാണ് അവിടെയുള്ള കുട്ടികൾ എടുത്തിരിക്കുന്നതെന്ന് അറിയാമോ. ആ പടിക്കെട്ട് ഇറങ്ങി വരുമ്പോൾ ആന അങ്ങനെ ആ ഒരു തുമ്പിക്കൈ കൊണ്ട് കാണിക്കുന്ന ഒരു ഇതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെയാണ്. വാദ്യോപകരണങ്ങളുടെ താളത്തിനനുസരിച്ച് ആന ഇങ്ങനെ ചെവിയാട്ടുകയും ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയാണ് ആ കാഴ്ച എന്ന് പറയുന്നത് അല്ലേ. എന്താ പറയുക, ആ ഒരു മേളം അങ്ങോട്ട് കൊഴുക്കുമ്പോൾ സ്വാഭാവികമായി കണ്ടു നിൽക്കുന്ന നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ വർഷം ലൈറ്റിൻ്റെ ഒരു വിസ്മയ കാഴ്ച തന്നെ ഉണ്ടായിരുന്നു, ലൈറ്റ് മ്യൂസിക് കണക്ക് കേട്ടോ. എന്തായാലും വരുംകാല ഉത്സവങ്ങളിൽ അതൊക്കെ മേലെയുള്ള കുറേ നല്ല അടിപൊളി കാഴ്ചകൾ ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയ നല്ല കാഴ്ചകളും പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം പപ്പീസ് ഓർബിറ്റ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് പപ്പീസ് ഓർബിറ്റ് എന്ന ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം പപ്പീസ് ഓർബിറ്റ്. ബൈ.